അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണ് ഇക്ക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണം ഇക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര സ്വീകരിക്കരുത്, കാരണം ഒരിക്കൽ ചാടിയത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഫോട്ടോയിലുള്ള ഷഹാല ഷെറിൻ എന്ന് പറയുന്ന കോഴിക്കോട് ബാലശ്ശേരിയിലുള്ള ഒരു യുവ കോമളിയായ ഒരുത്തിയുടെ ഫോട്ടോയാണ്. പ്രവാസിയായ സ്വന്തം ഭർത്താവിനെ തേച്ചൊട്ടിച്ചുകൊണ്ട് കാമുകനായ മൊബൈൽ ഷോപ്പുകാരനോടൊപ്പം ഒളിച്ചോടി. ഓക്കെ, ഇതേ മൊബൈൽ ഷോപ്പുകാരനായ കാമുകന് വേറെ കുടുംബവും 3 മക്കളെങ്ങാണ്ടുമുണ്ട്. വാട്ട് എ വണ്ടർഫുൾ. പ്രവാസിയായ സ്വന്തം ഭർത്താവിനെ തേച്ചൊട്ടിച്ചു പോയ കഴിവേറിയെന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒരുപാട് പ്രവാസികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് അല്ലേ? അന്യനാട്ടിൽ പോയി, അന്യ രാജ്യത്ത് പോയി കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന ഒരുപാട് പ്രവാസികൾ. ഇവരുടെ ഭാര്യമാര് വീട്ടിൽ സുരക്ഷിതയായിട്ടിരിക്കും, മക്കളും ഒക്കെ ആയിട്ട് സുരക്ഷിതയായിട്ടിരിക്കും, വീട്ടിൽ വെറുതെ ഇരുന്ന് ഞെണ്ണ എന്ന് തന്നെ പറയാം. ഓക്കെ, എന്നാൽ ഒരുപാട് പ്രവാസികൾ കഷ്ടപ്പെടുന്നുണ്ട്, ഭാര്യമാർ നാട്ടിൽ നിന്നും കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കടക്കം ചീത്തപ്പേരാണ് ഇതുപോലത്തെ ഓരോ കടയാടി മക്കൾ കാരണം ഉണ്ടാകുന്നത്. ഈ ഷഹാലയെ പോലുള്ള ഓരോ അപരാധികൾ കാരണം ബാക്കിയുള്ള പ്രവാസികളുടെ ഭാര്യമാർക്കും കൂടി ചീത്തപ്പേരാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് പ്രവാസിയല്ല, അവൻ്റെ ഭാര്യ അങ്ങനെയാണ് എന്നുള്ള ടോക്കിലുള്ള കമൻസ് വരെ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അത് കാണുമ്പോൾ സഹതാപവും ഒരു വിഷമമാണ് തോന്നുന്നത്. കാരണം മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാരുണ്ട്, അവർക്കും കൂടി ചീത്തപ്പേരാണ് ഇത്തരം ഓരോ ന്യൂസുകളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ കാൽക്കുലേറ്റ് പ്രവാസികളുടെ ഭാര്യമാരെല്ലാം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സമൂഹത്തിനെയും കൂടി ഇവിടെ കാണാൻ ഇടയാകുന്നുണ്ട്. ഇതുപോലത്തെ ഓരോ കഴിവേറിയ മക്കൾ കാണിക്കുന്ന അവരായത്തനങ്ങൾ. ഇടയ്ക്ക് രഞ്ജിഷ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരുത്തി ഇതുപോലെ പ്രവാസ ജീവിതം നയിക്കാൻ പോയി. അവൾ അവിടെ പോയി വേറെ കാമുകനെ ഉണ്ടാക്കി, അവൾ അങ്ങനെ ഇതായി അവസാനം ഉണ്ടായിരുന്ന കൊച്ചിനെയും ഈ രഞ്ജിച്ചിൽ നിന്ന് വേർപിരിച്ചു കൊണ്ടുപോയി അവസാനം അവൻ സ്വയം ജീവനൊടുക്കിയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ന്യൂസുകൾ ദിനം പ്രതി നമ്മൾ കാണാറുണ്ട്. ഇതിവിടെ പ്രവാസിയായിട്ടുള്ള ഈ യുവാവിൻ്റെ ഭാര്യയായിട്ടുള്ള ഷഹാല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മൊബൈൽ ഷോപ്പുകാരനുമായിട്ട് അവിഹിത ബന്ധത്തിലായിരുന്നു. അവിഹിതത്തെ തുടർന്ന് അവരെ പ്രേമം മൂത്തപ്പോൾ ഭർത്താവ് നാട്ടിൽ വരാൻ സമയമായപ്പോൾ നൈസായിട്ട് അവനോടൊപ്പം കൊച്ചിനെ കൊണ്ട് ഒളിച്ചോടുകയാണ് ഈ കടയാടി മോള് ചെയ്തിട്ടുള്ളത്. അവൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവൾക്കും ആ കുട്ടിക്കും വേണ്ടിയിട്ട് അന്യനാട്ടിൽ പോയി, അന്യ രാജ്യത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ പണിയെടുത്ത് ഇവക്കൊക്കെ ഞണ്ണാനുള്ളത് മാസാമാസം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആർഭാട ജീവിതങ്ങൾ നാട്ടിൽ നയിച്ചുകൊണ്ടിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം എടുത്തും കൊണ്ട് കാമനോടൊപ്പം പോയി. അവൻ ഇനി കൊണ്ടുപോയിട്ട് പരിപാടിയും ചെയ്ത് ഈ സ്വർണവും കാശും തീരുമ്പോൾ അവൻ ഇട്ടെറിഞ്ഞിട്ട് പോകും. ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അവന് വേറെ കുടുംബമുള്ളവനാണ്. അവൻ എത്രത്തോളം ഇവളെ നോക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സുഖം കുറേ ദിവസം വച്ചടിച്ച് സുഖം തീരുമ്പോൾ അവൻ ഇട്ടിട്ട് പോകും. തിരിച്ച് ഇവളെ നക്കി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുമ്പോൾ ഈ പ്രവാസിയായിട്ടുള്ള ഭർത്താവ് അവളെ അടിപ്പിക്കരുത്. ഇവളുമായിട്ട് ഇനി നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങി നീ നിന്റെ ജീവിതം നോക്കുക. ഓക്കെ, ആ കുട്ടി നിന്റെ കുട്ടിയാണ്, ആ കുട്ടിയും കൂടി നിന്നോടൊപ്പം നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്. അല്ലാതെ ഈ കാമുകനായിട്ടുള്ള അവരാധി മോനോടൊപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടി അടക്കം വഴിതെറ്റി വളരുമെന്നതിൽ ഒരു സംശയവുമില്ല. അവൻ കുറച്ച് ദിവസം ഇവളെ കൊണ്ടിട്ട് പോറ്റി സുഖം തേടും. പിന്നെ ഇവിടെ നശിച്ച 2 കുടുംബമാണ്. അവന് വേറെ ഭാര്യ മക്കളുണ്ട്, അവരും അനാഥരായി. ഓക്കെ, അതും കൂടി നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കുക. ഇവൾ കുറച്ച് തൊലി വെളുപ്പം കുറച്ച് പരിപാടിയൊക്കെ കൊള്ളാന്നുള്ളത് കൊണ്ട് കൊണ്ടങ്ങ് പോയി. ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും ഈ പ്രവാസിയായിട്ടുള്ള വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളൊരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചൊക്കെയാണ്. നാട്ടിൽ തന്നെ ആയിരുന്നു. കുറച്ച് സാമ്പത്തികവും വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്.
എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണോ, അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ്. അയാൾക്ക് തന്നെ അറിയാം അയാളെ തേച്ചൊട്ടിച്ചിട്ട് പോയതാണെന്ന്, മൂഞ്ചിച്ച് കൊണ്ടുപോയതാണെന്ന് വ്യക്തമായിട്ട് അയാൾക്കറിയാം. അതുകൊണ്ടാണ് മകനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അവളുടെ കാമുകൻ്റെയോടൊപ്പം പ്ലക്കാൻ വേണ്ടിയിട്ട് സുഖവും തേടി പോയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ തിരിച്ചുണ്ടെങ്കിൽ വിട്. അപ്പോഴ് ഈ പ്രവാസിയായിട്ടുള്ള വ്യക്തിയോട് എനിക്ക് പറയാനുള്ള അടുപ്പിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. പ്രവാസ ജീവിതം നയിക്കുമ്പോൾ ഇവളുമാർക്ക് കിട്ടേണ്ട സുഖം കിട്ടത്തില്ല, തരിപ്പേ അത് അങ്ങോട്ട് നിറവേറത്തില്ല. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഇതുപോലെ കാമക്കടി ഇളകി കിടക്കുന്നതിൻ്റെ കേസുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിച്ചുകൊണ്ട് അവിടെ പോയി കിടന്ന് പട്ടിയെപ്പോലെ പണിയെടുത്ത് നാട്ടിൽ കാശയച്ചു കൊടുക്കുമ്പോൾ തിന്നു പൊളച്ച് ഇവക്കൊക്കെ കഴപ്പുകൾ അങ്ങോട്ട് മൂക്കും. ഇരുന്ന് മൂക്കും. കഴപ്പ് മൂക്കുമ്പോൾ അവനോട്ടെങ്കിലുമൊക്കെ അങ്ങോട്ട് കണക്ഷൻ വയ്ക്കും. കണക്ഷൻ വെച്ച് അവൻ കുറച്ച് സ്നേഹവും കുറച്ച് കെയറും അങ്ങോട്ട് വാരിക്കൊരി കൊടുക്കും. ഇത് കാണുമ്പോൾ ഇവളുമാര് ഫ്ലാറ്റ് ആവും, അങ്ങോട്ടങ്ങ് വീഴും. പിന്നെ പരിപാടിയോട് പരിപാടി. അവനാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു തരിപ്പിൽ കൊണ്ടുപോയി കുറേ പ്ലക്കിയിട്ട് മടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പം സുഖം, ഒരു മണിക്കൂറിൻ്റെ സുഖം, അത് കുറച്ച് ദിവസം ആകുമ്പോൾ മടുക്കുമ്പം വലിച്ചെറിയും. അപ്പം ഇവള് പെരുവഴിയിലാവും. ആ കുട്ടി അനാഥനാകരുത്, എനിക്കതേ പറയാനുള്ളൂ. ഇവളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ നരകിച്ച് ചാവണം. ഒരു കുടുംബം തകർത്ത് ഇവളൊക്കെ നരകിച്ച് ചാകണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അവളെ കൊണ്ടുപോയവനും വേറൊരു കുടുംബം തകർത്തിട്ട് അവൻ ഇവളെയും കൊണ്ട് പോയിരിക്കുകയാണ്. കള്ളവെടി അടിക്കാൻ വന്നവളെയും കൊണ്ട് അവൻ പോയി. ഓക്കെ, ആ സെറ്റപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അവനും നരകിച്ച് ചാകണം, ഇവളും നരകിച്ച് ചാകണം. രണ്ടും തീരണം. അതാണ് നടക്കേണ്ടത് അതാണ്. ഇത് ഒരു കടുങ്കൈ ഈ പ്രവാസിയായ വ്യക്തി ചെയ്യരുത്. സത്യം പറഞ്ഞാൽ രഞ്ജീഷിന്റെ കേസ് സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെ രഞ്ജീഷ് മാനസികമായി തളർന്ന അവസാനം അവൻ സ്വയം തീർന്നു. അതുപോലെ ഒന്നും കടുങ്കൈയൊന്നും ചെയ്ത് കളയില്ലേ. പോയവള് പോട്ട് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. പോയവള് പോട്ട് കുടുംബത്തിന്റെ പ്രാരാബ്ദം നെഞ്ചിലേറ്റി വെച്ച് അത് തീർക്കാനായിട്ട് അന്യനാട്ടിലേക്ക് പോയി പട്ടിയെ പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് തിന്ന് വളച്ച് ഇവക്കൊക്കെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കഴപ്പ മൂക്കുമ്പോഴാണ് വല്ലതുകൊണ്ടാണ് ഇതുപോലെ കഴിക്കാനായിട്ട് അങ്ങ് പോകുന്നത്. അല്ലെങ്കിൽ ഇവളെയൊക്കെ കടി അങ്ങോട്ട് തീരട്ടെ. ഇവളൊക്കെ പേര് വഴിയിലാവണം. പലവളുമാരും ഉണ്ട് ഇതുപോലെ അവരാധിച്ച് വല്ലവൻ്റെയും കൂടെ ഇറങ്ങി പോകുന്നവളുമാർ. ഇവളൊക്കെ അനുഭവിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവള് ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പോയിരിക്കണം. ഇതിപ്പം വന്ന് പ്രവാസികളുടെ ഭാര്യമാരെ സത്യം പറഞ്ഞാൽ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായി. മൊബൈൽ ഷോപ്പിൽ പോയി മൊബൈൽ നന്നാക്കാൻ പോയപ്പോൾ അവൻ്റെ കൂടെ അങ്ങ് പോയിരിക്കുകയാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. മാന്യമായിട്ട് ജീവിക്കുന്ന, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കും കൂടി ചീത്തപ്പേരാണ് ഇതുപോലത്തെ കടയാളി മക്കൾ ഉണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, വളരെയധികം വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേടി അന്യനാട്ടിൽ പോയി കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത, പിന്നെ നിനക്ക് എന്നാത്തിനാ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കഴപ്പ് കാണിച്ചത്? കഴപ്പികൾ, അല്ലാണ്ട് എന്തു പറയാം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. മിക്കവാറും ഇവളൊക്കെ തിരിച്ചു വരും, അല്ലെങ്കിൽ കൊണ്ടിടും. അവൻ്റെ ഉപയോഗം കഴിയുമ്പം പുറന്തള്ളുമ്പോൾ ഇവളൊക്കെ തിരിച്ച് ചേട്ടാ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക, എനിക്ക് ഒരു അബദ്ധം മാത്രമേ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരും. എൻ്റെ പൊന്നളിയാ, നീ ഇതിനെ അടുപ്പിക്കരുത്. ഇതോടെ കട്ടക്കപ്പുറത്ത് ആ സെറ്റപ്പിലായിരിക്കണം. അല്ലാതെ കരഞ്ഞ് കാലുപിടിക്കുമ്പം അത് കണ്ട് മനസ്സലിഞ്ഞ് വീണ്ടും ഇവളൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ മതിലാടിയത് വീണ്ടും ചാടിക്കൊണ്ടേയിരിക്കും. അടുത്ത സാമാനം നല്ലത് വേറെ വെറൈറ്റി കളറിൽ കാണുമ്പോൾ അങ്ങോട്ട് പോകും. ചാഞ്ചാടി പോവും കഴപ്പ് തീർക്കാനായിട്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നളിയ, നീ ഇതിൻ്റെ പിന്നാലെ ഇനി പോകരുത്. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും ഒരു വ്യക്തി ഈ മൊബൈൽ ഷോപ്പുകാരനായ ഇവിടെ ഒളിച്ചോടി പോയ കാമുകനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കേട്ട് നോക്കാം. അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണിക്ക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര, സ്വീകരിക്കരുത്. കാരണം ഒരിക്കൽ ചാടിയത് പിന്നെ ചാടിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒളിച്ചോടി പോയത്. ഞാൻ ഒരുപാട് ആളുകൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു, അയ്യോ ഇവര് പിന്നെ ചാടിപ്പോയതല്ല, ഇവളെ ഒളിച്ചോടി പോയതല്ല, ഇവള് അവന്റെ കൂടെ പോയതല്ല, അവളെ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കോ, തട്ടിക്കൊണ്ടു പോയതായിരിക്കോ, നീയാണോ കോടതി, നീയാണോ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറയുന്നത്. ഇതാ ഇവന്റെ കൂടെയാണ് ഇവിടെ ഒളിച്ചോടി പോയത്. ഇവൻ ഒരു മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്.
ഈ മൊബൈൽ ഷോപ്പ് കടക്കാരന് ഇവനിക്ക് 3 കുട്ടികളും ഭാര്യയും ഉണ്ട്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പം ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പം നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിൽ എത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാനില്ല. ആ സ്വർണ്ണം തീരോളം കളിക്കും. ആ സ്വർണ്ണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. ഒളിച്ചും പാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മജയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പം ഇവളിപ്പം വരും. വന്നിട്ടായിട്ട് ഈ കാനക്ക് തെറ്റുപറ്റിപ്പോയി, കാനക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. കാരണം എന്നറിയോ, ഇവളെ ഇനി നിങ്ങൾ എത്ര സ്വീകരിച്ചാലും ഒരിക്കൽ മതിലേറിയത് ചാടിക്കൊണ്ടിരിക്കും. ഇവളെ അവസ്ഥയും അതായിരുന്നു. എന്താ അറിയോ, ചാടി 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 ലാസ്റ്റ് സെൻട്രൽ ജയിൽ വരെ ചാടി. അത്രയും ചാടി. മനസ്സിലായല്ലോ? അപ്പം ആ അവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇവളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇവളെ ചാട്ടം എനിക്ക് നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് സാജിദ് റോഷന്റെ ഒക്കെ ചാടി, റിൻഷാദിന്റെ ഒക്കെ ചാടി, വേറൊരു ഖത്തറുകാരന്റെ കൂടെ ചാടി, വേറെ 2-3 ആൾക്കാരൊക്കെ ചാടി 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 ഇവൾക്ക് ലാസ്റ്റ് ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്കും ചാടി. ഇപ്പം അടുത്ത ആളെ ചാടാൻ വേണ്ടി നോട്ടമിട്ടിട്ട് റെഡിയാക്കാൻ, അതിനെ റെഡിയാക്കി കൊടുക്കാൻ വീട്ടിൽ തന്നെ ആളുണ്ട്. അതുകൊണ്ട് മോനെ ശ്രദ്ധിച്ചോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇതുപോലെ ചാടി 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 അവസാനം ഏവന്റെ നിങ്ങൾക്ക് വലിയ വലിയ സാമാനങ്ങൾ തേടി ചാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചാടിയ കേസിനെ വീണ്ടും വീട്ടിൽ വിളിച്ച് കയറ്റൽ എൻ്റെ പൊന്നെ പ്രവാസികളിയ എന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത്. അല്ലാണ്ട് ഇനി അവളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ നിന്റെ ജീവിതം തുലഞ്ഞു. ഉള്ള കാര്യം പറയാമല്ലോ. ഇനി വിശാൽ മീഡിയയിൽ ഇവളുടെ ചരിത്രത്തിനെ കുറിച്ചും ഇവൾ ചാടിയതിനെ കുറിച്ചിട്ടും അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളെയും നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്റെ പേര് ജയ്സന്. ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എന്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അതെ, ചാടി 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 അങ്ങ് പോയതാണ്. മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ചാടി അങ്ങ് പോയതാണ്. ഭർത്താവായ പ്രവാസിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പാവം, കുടുംബത്തിന് വേണ്ടിയിട്ട് പോയി പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവളിവിടെ തിന്ന് വളച്ച് സുഖം തേടി പലവന്മാരെ സുഖവും തേടി പൊക്കോണ്ടിരിക്കുകയാണ് ചാടി ചാടി. അവളുടെ കയ്യിലെ സ്വർണവും പണവും തീരുമ്പോൾ അവൻ്റെ കഴപ്പങ്ങ് നിൽക്കും. അവന് കുറച്ച് ദിവസത്തെ സുഖം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ട് തിന്നുമ്പം കിട്ടുന്ന സുഖം സ്വന്തമാകുമ്പോൾ കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവളുടെ കഴപ്പങ്ങ് നിൽക്കും. അവളെ കടിയും അങ്ങ് തീരും. അവനെ അങ്ങ് ചവിട്ടി കൂട്ടും. ഇപ്പോഴവൾ പഠിക്കും. ചാടിപ്പോൾ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കഥകൾ പിന്നെ അറിഞ്ഞിട്ടുണ്ട്. ചാടുമ്പോഴുള്ള സുഖമൊന്നും പിന്നെ ഇല്ല. അല്ലാണ്ട് ഫ്രഷായിട്ട് ഒളിച്ചോടി പ്രേമിച്ച് പോയിട്ട് പോകുന്നവരുടെ കഥകൾ വരെ കേട്ടിട്ടുണ്ട്. അളിയാ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, അളിയാ അന്ന് ഓടിയ സുഖമൊന്നും പിന്നെ ഇല്ല. പിന്നെ ഇല്ല, എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചാടിയവള് അനുഭവിക്കാതെ പോകത്തില്ല. എന്തായാലും ഒരു കുടുംബം തകർത്തിട്ട് നീ ചാടിയില്ലേടി കടയാടി. അപ്പുറത്ത് അവനും ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവിടെയും ഒരു കുടുംബം അനാഥരായി. നിൻ്റെയും അവൻ്റെയും കഴപ്പ് നീണ്ടു തീരട്ടെ. നിൻ്റെയൊക്കെ കയ്യിലെ കാശും സ്വർണവും തീരുന്നവരെ. എന്തായാലും കൊള്ളാം. കഴിച്ച് നല്ല ഒന്നാം തരം കഴപ്പായിട്ടുണ്ട്. ബാക്കി വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാ എന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ് കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാനാണ്. അതായത് ഭർത്താവിന്റെ വീട്ടിൽ കാനറ ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് 13 പവൻ സ്വർണം എടുത്തുകൊണ്ടാണ് പോയത്. ഏതാണ്ട് 15 ലക്ഷം രൂപയ്ക്ക് പുറത്ത് പോണ്ട് ഈ 13 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ 15 ലക്ഷത്തോളം രൂപ തീരുന്നത് വരെ ഉള്ളൂ അവൻ്റെ കഴപ്പ്. അതും അതിനിടയിലുള്ള സുഖവും പരിപാടിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല ചില്ലായിട്ട് ചാട്ടാൻ പൊളയായിട്ട് നടക്കും. അത് കഴിയുമ്പോൾ ആ കഴപ്പങ്ങ് തീരുമ്പോൾ നിന്റെ കഴപ്പും കടിയും നിൽക്കും. കേട്ടാടി ഷഹലാള. അയ്യോ, വേറൊരു കേസ് കുറേ പേര് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒളിച്ചോടുന്നത് ഇപ്പം പ്രവാസികളായിട്ടുള്ള മുസ്ലിം ആൾക്കാരായിട്ടുള്ള മുസ്ലിംസിൻ്റെ ഭാര്യമാരാണെന്ന്. ഏറ്റവും കൂടുതൽ പുറത്ത് ഇതുപോലെ ജോലിക്ക് പോകുന്നതും കൂടുതലും മുസ്ലിംസാണ്. അവരുടെ ഭാര്യമാരാണ് ഇതുപോലെ പോകുന്നത് എന്നുള്ളൊരു ചീത്തപ്പേരും കൂടി മുസ്ലിംസിന് ഇപ്പോൾ ചാർത്തി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയത്തില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്കതിൽ യോജിപ്പൊന്നുമില്ല. ഓടുന്നവളുമാരും ഓടും. അതിലിപ്പോൾ ജാതിയും മതത്തിനെയും പിടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട് കൂടുതലായിട്ട് ഒളിച്ചോടുന്ന മുസ്ലിംസാണ്. മേ ബി ശരിയായിരിക്കും ഓട്ടോ ബ്രിട്ടീഷ്. പക്ഷെ ഞാനങ്ങനെ ജനറലൈസ് ചെയ്ത് പറയത്തില്ല. എനിക്കത് യോജിപ്പില്ല.
ഓക്കെ, ബാക്കി. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ്, അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. കൃത്യമായിട്ട് പറയാനൊന്നുമില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്, വേറെ ഒന്നുമില്ല, കൃത്യതയ്ക്ക് വേറെ കുറവൊന്നുമില്ല. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നം എന്നുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട്. എന്ത് പ്രശ്നമായാലും ആ വ്യക്തിയെ തേച്ചൊട്ടിച്ചുകൊണ്ട് ഈ കടയടി മോള് പോയത് ശരിയല്ല. പിന്നെ ഇവള് പോയവനും വേറൊരു കുടുംബമുണ്ട്, അവിടെ ഒരു കുടുംബം തകർത്തിട്ടാണ് ഇവള് സന്തോഷം കണ്ടെത്താൻ പോയത്. നീയൊക്കെ പെരുവഴി കിടന്ന് വല്ല റെയിൽവേ ട്രാക്കിലും കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ശരി. ഇതുപോലെ ഉള്ളതൊക്കെ ചാകണം, ഇതൊന്നും ജീവിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് പ്രശ്നം ഭർത്താവിൻ്റെ വീട്ടിൽ? അവൻ നിനക്ക് അവിടെ കടന്നും കൊണ്ട് കാശ് നാട്ടിലോട്ട് അയച്ചു തരുമ്പോൾ തിന്നും കൊണ്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തിക്കഴപ്പാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ന്യായീകരിക്കില്ല എൻ്റെ പൊന്നു ബ്രോ. ഭർത്താവിൻ്റെ വീട്ടിൽ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഓക്കെ, കുറച്ച് ചിലപ്പോൾ മുസ്ലിംസിൻ്റെ ഒക്കെ ഇടയിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. എന്ന് പറഞ്ഞ് അവളെ ഭർത്താവ് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശിലുള്ള സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വല്ലാണ്ടോടെ കഴപ്പ് തീർക്കുക അവളെ പോകുന്ന ഇവളെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരു തരത്തിലും പറ്റത്തില്ല. ഓടുന്ന കഴപ്പ് അങ്ങോട്ടും കണ്ടാൽ മതി. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാ. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കേട്ടല്ലോ. അതായത് വേറെ ഭാര്യയും മക്കളുള്ള ഒരുത്തനാണ് ഇവളെ കൊണ്ടുപോയത്. അവൻ എന്തായാലും ട്രൂ ലവ് കൊണ്ടുവന്നേന്നല്ല, കള്ളത്തരം തന്നെയാണ്. അവൻ അവീതം പിടിച്ചു, പിന്നെ കഴപ്പ് മൂത്തു, പിന്നെ നിന്നോടൊപ്പം കുറച്ച് ദിവസം ജീവിച്ചാൽ കൊള്ളാമായിരിക്കും അവനും തോന്നി. നിനക്കാണെങ്കിൽ എട്ടായിയുടെ കൂടെ സാധനം ചൂപ്പാൻ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ കുറച്ച് മാച്ചുവറായിട്ടൊക്കെ സംസാരിക്കും കേട്ടോ. എനിക്കിതൊന്നും കണ്ടിട്ട് യോജിക്കാൻ പറ്റുന്നില്ലേ. വായിൽ വല്ലതൊക്കെ വരും. ഇതൊക്കെ എന്ത് പറയാനാ? കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്റെ കഴപ്പങ്ങ് നിൽക്കുകൂടി, അന്ന് നീ പഠിക്കുകൂടി. ഉള്ള കാര്യം പറയും. ഇനിയിപ്പോൾ കോടതിയിൽ പോയാലും എനിക്ക് 8000 കൂടെ പോകണം, എൻ്റെ മൊബൈൽ 8000 കൂടെ പോകണമെന്ന് പറയും. കോടതി ദിവസം നീ എവിടെ പോയി കൊണ്ടാടെന്ന് പറയും. അത് തന്നെ ശരി, അതിനെ നടക്കാൻ പോകുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എൻ്റെ പൊന്നു പ്രവാസി ഏട്ടാ, അടുപ്പിക്കരുത്. ഈ കടയാടി മോള് റെയിൽവേ ട്രാക്കിൽ കടന്ന് ചത്തെന്ന് പറഞ്ഞാൽ കൂടി അടുപ്പിക്കരുത്. ഇവളെയൊന്നും അടുപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ വെറും വൃത്തികെട്ട സ്ത്രീകളാണ്. റോഡിൽ സ്വന്തം മാനം വിറ്റ് കാശുണ്ടാക്കുന്ന സ്ത്രീകൾക്ക് ഇതിനേക്കാളും അഭിമാനമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെ മൂഞ്ചിച്ച് തേച്ചൊട്ടിച്ച് പോകുന്നവളെക്കാളും അഭിമാനം സ്വന്തം മാനം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾക്കുണ്ട്. അത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, പക്ഷെ അവർക്കുണ്ട് ഇതിനേക്കാളും അഭിമാനം. അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ഇടയ്ക്ക് മൂന്നാമതൊരാളായിട്ട് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ നല്ല ഫ്രണ്ടും നല്ല റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. പിന്നീട് സങ്കടങ്ങൾ പറഞ്ഞിട്ടത് ഒഴിവാവാൻ പറ്റാത്ത റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇറങ്ങിപ്പോവുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകണവരിൽ നല്ലൊരു പങ്കുമാരായിരിക്കും വിവാഹിതരായ ആളുകൾ. അപ്പൊ അത്രയും വലിയ ആവേശം കെയറിങ്ങും കൊടുക്കുന്ന ആൾ എന്താണ് ഇവന്റെ ഭാര്യയ്ക്ക് ഇത് കൊടുക്കാത്തത്? ഇവന്റെ മക്കൾക്ക് ഈ കെയറിങ്ങും സ്നേഹവും പരിഗണനയും കൊടുക്കാത്തത്? അതൊന്നും കൊടുക്കാതെ വേറൊരുത്തന്റെ ഭാര്യയോട് ഈ സ്നേഹവും പരിഗണനയും കൊടുക്കണതിന് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണോ അവന്റെ കൂടെ ഇറങ്ങിപ്പോണത്? ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിൽ ശാശ്വതമായ സന്തോഷം വർക്കത്തും ഉണ്ടാവില്ല. അതുള്ളതാ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 1 കിലോ പേരയ്ക്ക മേടിച്ച് വെച്ചെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൽ പേരയ്ക്ക ആയിരിക്കുന്നു കഴിക്കാൻ, പോട്ട് ഈ മൈൻഡായിരിക്കും. പക്ഷെ വഴിയെ പോകുമ്പോൾ അവൻ്റെയും മതിലിൽ നിന്ന് വെളിയിൽ ഇങ്ങനെ പേരയ്ക്ക മാങ്ങ തൂങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് കഴിക്കും. അതിനൊരു പ്രത്യേക സുഖമാണ് അല്ലേ? അത് തന്നെയാണ് ഇവിടെ കാര്യം. പിടികിട്ടിയല്ലേ? സ്വന്തം വീട്ടിലുള്ളതിന് സുഖം കുറവായിരിക്കും. അല്ലെങ്കിൽ അത് കഴിക്കാം, നമ്മുടെ അതല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുക, ഈ ഒരു മൂടായിരിക്കും. പക്ഷെ വഴിയെ പോകുമ്പോൾ കാണുമ്പോൾ കട്ട് തിന്നുന്ന സുഖം വേറെയാണ്. ആ സുഖമാണ് അഭിഹിതത്തിൻ്റെ സുഖം. ആ സുഖം തേടി പോകുന്നതാണ്. അത് പിന്നെ സ്വന്തമായി കഴിയുമ്പോൾ ആ സുഖം അങ്ങോട്ട് കുറയും, അല്ലെങ്കിൽ ഇല്ലാണ്ടാകും. ഓക്കെ, അപ്പോഴും പിന്നെ ഈ ആലോചിച്ചാൽ മതി. ഇപ്പം വഴിയെ പോകുമ്പോൾ നമ്മൾ കട്ട് തിന്നുന്ന പേരയ്ക്കയും മാങ്ങയും ഉണ്ടെന്ന് വെച്ചോ. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ വസ്തുവും വീടും വാങ്ങി അത് നമ്മുടെ സ്വന്തമായി പേരയ്ക്കയും മാങ്ങയും ആയിക്കഴിഞ്ഞാൽ, മാവും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലുതായിട്ട് പറിച്ച് തിന്നുന്നുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ നിന്ന് കട്ട് തിന്നുകൊണ്ട് പോകുന്നത്.
ചിന്തിച്ചാൽ മതി ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. കൂടുതലായിട്ട് എനിക്ക് ഇതിന് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല. മനസ്സിലാവാനുള്ള ബോധമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഓഡിയൻസ്. എനിക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടാവും നിങ്ങൾ പോയിട്ടുണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു സ്ത്രീയും ഒളിച്ചോടുന്നതല്ല, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഓടിപ്പോണവരുള്ളൂ. ബാക്കിയൊക്കെ അവനവന്റെ ലൈഫിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോണതാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചീനച്ചട്ടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാരത്തേക്ക് ചാടുന്ന അവസ്ഥ അല്ലേ? ഇത്രേ നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരാള് വിവാഹിതനായിരിക്കും മിക്കവാറും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോകുന്നവർ നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതെങ്കിലും മതത്തിന് കുറ്റം പറഞ്ഞതല്ലട്ടാ. കാരണം ഒരു മിസ്സിംഗ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് പെൺകുട്ടി മിസ്സിംഗ് ആയാലും അതിൽ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് കൊല്ലം പിന്നൊന്ന് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്ത് സ്റ്റഡി ചെയ്യാൻ? വീട്ടില് ഇരിക്കും. അപ്പോൾ പ്രവാസികളായിട്ടായിരിക്കും, മുസ്ലിംസിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്ത് പോകുന്നത്. അപ്പം മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാര്യമാരായിരിക്കും നാട്ടിൽ എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഇവളുമാർക്ക് ഭർത്താക്കന്മാർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൻ്റെ കാശ് അയച്ചു കൊടുക്കും. ഇവിടെ വീട്ടിൽ നിന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് ഇറയിട്ട് കഴപ്പ് മൂക്കും. പിന്നെ സുഖവും കൂടി കിട്ടണമല്ലോ. അയ്യോ, നമുക്ക് തിന്നാനും എല്ലാത്തിനും ഒക്കെ ആയി, വീട്ടിൽ വെറുതെ ഇരിക്കാം, ജോലിയൊന്നുമില്ല, സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മറ്റേ സുഖം കിട്ടണം. അതിന് ഭർത്താവില്ലല്ലോ, അവൻ പുറത്തല്ലേ. അപ്പം നമുക്കിവിടെ നാട്ടിൽ ആരെങ്കിലും തേടാം. ഈ മൂട അത്രയേ ഉള്ളൂ, കഴപ്പ് അതേ ഉള്ളൂ. അത് തീർക്കുന്നതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കടിയങ്ങ് നിൽക്കുമ്പം പഠിക്കും. അപ്പോൾ അടുത്തവൻ്റെ കൂടെ കടിക്കാനായിട്ട് പോവായിരിക്കും. മേ ബി അതൊക്കെ തന്നെ നടക്കും. ആഘോഷിക്കടി. നീക്ക് അവസാനം വല്ല റെയിൽവേ ട്രാക്കിലും കിടന്നുള്ള ന്യൂസുകൾ കേട്ടാൽ മതി, സന്തോഷം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വളരെ പാവങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അപ്പോൾ മുസ്ലിം താത്തമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് ഇറങ്ങിപ്പോണത്. മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ എന്താ അറിയോ? കേസിനൊന്ന് ബലം കുറയും. ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവം ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്. ആ ഭാര്യയുടെ ശാപം തന്നെ പോരെ നിങ്ങളുടെ ലൈഫ് തകരാൻ? നോക്കാച്ചു, അയാളുടെ ഭാര്യ ഇനിയിപ്പോ കൊണ്ടുപോയ ഒരാളുടെ ഭാര്യ സമ്മതിക്കണം, ഇങ്ങോട്ട് കടന്നു വരൂ മക്കളെ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. മനസ്സറിഞ്ഞിട്ട് ഒരു ഭാര്യയും രണ്ടാമത്തെ ഒരു ഭർത്താവിന് രണ്ടാമത്തെ ഭാര്യനെ സ്വീകരിക്കില്ല. അപ്പോൾ അതൊന്നും അല്ല വിഷയം. ഇതൊരു നൈമിഷികമായൊരു സുഖമാണ്. ഈ സുഖം അധികം ഉണ്ടാവുന്ന ഒരു സുഖമല്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള താൽക്കാലിക സുഖം. ആ സുഖം അങ്ങോട്ട് തീരുമ്പം ഇവളുടെ മാരുടെ കടിയും തീരും. എന്തായാലും എടി കടയാടി, നിനക്ക് ചിന്തിച്ചുകൂടെയാടി? അവന് വേറെ കുടുംബമില്ലേ? അവിടെ ഒരു സ്ത്രീ, മക്കള് എല്ലാം അനാഥരായില്ലേ? നീ ഒരുത്തി കാരണം. അത് ചിന്തിച്ചോ? പിന്നെ എടാ കടയാടി മോനെ, നീ കാരണം ഇപ്പുറത്ത് പ്രവാസിയായിട്ടുള്ള ഒരു ഭർത്താവ്, ഒരു വ്യക്തി, അവനൊരാണല്ലേ, നീ ഒരാണല്ലേ, എനിക്ക് മനസ്സിലാവത്തില്ല നിന്റെ ഭാര്യ വേറെ അവനെങ്കിൽ അടിച്ചുകൊണ്ട് പോയിട്ട് ഉള്ള ഒരു വേദന. ഓക്കെ, ആലോചിക്കും. നീയൊക്കെ എണ്ണി പറയും, ഇത് എണ്ണി തീർത്തിട്ടേ പോകത്തുള്ളൂ ഈ ഭൂമിയിൽ നിന്ന്. അത്രയ്ക്ക് വെറും വൃത്തിയിട്ട സാധനങ്ങളാണ്. ഭർത്താവ് പ്രവാസിയായിട്ട് പോയി കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അറമാദിച്ച് ഇവള് നാട്ടിലിവിടെ കണ്ടവൻ്റെ അവിടെ കടി തീർക്കാൻ പോയി, മൊബൈൽ നന്നാക്കാൻ പോയി, അവൻ്റെ സാധനം പിടിച്ചുകൊണ്ട് പോയി. സൂപ്പർ. ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരു എക്സ്ട്രാ മാറ്റുള്ള അഫെയറുള്ള ഒരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. പക്ഷേ ഇത് കാര്യത്തോടടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു സാധനം ഉണ്ടാവില്ലേ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നല്ല കുഴിമന്തി, നല്ലൊരു ബിരിയാണി നമ്മളിങ്ങനെ കഴിക്കും. അതിങ്ങനെ കാണുമ്പോൾ വിശന്നിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. തിന്നുകണ്ട് കഴിഞ്ഞാലേ 1 മണിക്കൂറുണ്ട് കഴിഞ്ഞാൽ ആ സാധനം കാഷ്ടമായിട്ടാണ് പോകേണ്ടി വരും. അത് പോയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. കാരണം ഇത് തിന്നുമ്പോഴും അതിനിങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ, മന്തി ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ അത് കാണാനൊരു രസമാണ്. അതിങ്ങോട്ട് തിന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. തീറ്റൊക്കെ കണ്ട് കഴിഞ്ഞു ലേശം കൊണ്ട് ഓവറായാലും വയറൊക്കെ കൊണ്ട് വേദന ആയാലും നമുക്ക് തിന്ന ലേശം കൂടിപ്പോയോ. ഇത് തിന്നല് കഴിഞ്ഞാൽ ഈ സാധനം കളയേണ്ടി വരും. സത്യം അത്രേ ഉള്ളൂ. അവിഹിതത്തിലിരിക്കുമ്പം കളിക്കുമ്പം കിട്ടുന്നൊരു സുഖമുണ്ട്, ഒരു കട്ട് തിന്നുന്ന സുഖം. ആ സുഖത്തിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ തോന്നും, ഇതെന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എന്നും കളിക്കാമല്ലോ എന്നുള്ളൊരു തോന്നലും തോന്നും. അങ്ങനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ആ കളിയുടെ ഒരു സുഖം അങ്ങോട്ട് കുറയും. അങ്ങനെ വരുമ്പോൾ ആ കളി ഒരുമാതിരത്തൊരു കളിയായി മാറിത്തുടങ്ങും. അത്രേ ഉള്ളൂ. ചിന്തിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ ഉള്ളടക്കം. അവിഹിതത്തിൽ പിടിക്കുന്നൊരു സുഖം സ്വന്തമായി കഴിഞ്ഞാൽ കിട്ടത്തില്ല മക്കളെ. അങ്ങനെ സുഖം കിട്ടുകയാണെങ്കിൽ എനിക്കൊന്നും അറിയണം അത് എത്ര മാത്രമുള്ള സുഖമാണെന്ന്.
അതുകൊണ്ട് അത്രേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ സുഖങ്ങളൊക്കെ തീരുമ്പോഴും കയ്യിലെ കാശ് തീരുമ്പോഴും കൊണ്ടുപോയ സ്വർണം തീരുമ്പോഴും അവൻ വലിച്ചെറിയും. അന്ന് കടയാടി മോളെ നീ വല്ല ട്രാക്കിലും കിടക്കും. അത്രേ ഉള്ളൂ. അവനും അതുപോലെ തന്നെ ഗുണം പിടിക്കുകയൊന്നുമില്ല. 2 കുടുംബങ്ങളും 2 കുടുംബ ജീവിതങ്ങളെയും തകർത്തുകൊണ്ടാണ് ഈ 2 അപരാധികളും കൂടി ഒന്നിച്ചത്. കണ്ടറിയാൻ ബാക്കി. വേസ്റ്റായിട്ട് വൃത്തികേടായിട്ട് മണമായിട്ട് വൃത്തികെട്ട മണമാണ്. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. കാണുമ്പോൾ നല്ല അഴക്, നല്ല അനുഭൂതി. ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത്രയും പ്രയാസങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ പോയാൽ നന്നാവും എന്നുള്ളത്. ഒരു മൊയിലേര് ഭാര്യ ഇങ്ങനെ പോയി. ഒരു മൊയിലേര് ഭാര്യ മൊയിലേര് കാര്യം നോക്കൊന്നുമില്ല. മൊയിലേര് വേറെ മലേഷ്യയിലൊക്കെ പോയിട്ട് വേറെ പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ. ആ പാവം ഭാര്യ ഇവിടെ ഇങ്ങനെ കുറെ റീൽസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് തോന്നിയത് വേറൊരു സൗഹൃദ ബന്ധം ഉണ്ടായി. അയാൾ പറഞ്ഞു നിങ്ങളെ മോനും നിന്നെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയാൾ വേറെ മതക്കാരനായിരുന്നു. എന്നിട്ട് പോലും സമൂഹത്തിന്റെ ചോദ്യങ്ങളെയൊക്കെ ഭയന്നിട്ട് അവർ മാറിയിരുന്നു. ഒടുവിൽ അവരെന്ത് ചെയ്തു? അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇന്ന് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു, ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതയാവാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ വയ്യ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഗൾഫിലുള്ള പല ആളുകളോടും നാട്ടിലുള്ള ആളുകളോടൊക്കെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിയോജിപ്പുണ്ട്. അതെ, നിനക്ക് വല്ല വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം നിനക്ക് വല്ല ആരോടെങ്കിലുമൊക്കെ പോവാം. ഇത് നീ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പുറത്ത് അവനും വേറൊരു കുടുംബമുണ്ട്. ആ കുടുംബവും തകർത്തിട്ടാണ് നീ ഇവിടെ ഒരു കുടുംബവും തകർത്തിട്ടാണ് നീ അവൻ്റെ കൂടെ പോയത്. അവനും തിരിച്ചും അങ്ങനെ തന്നെ. ഓക്കെ, എന്തായാലും കുറച്ച് നാൾക്കകം അറിയാൻ സാധിച്ചാൽ മതി നീയൊക്കെ എവിടെയെങ്കിലും ആയെന്ന്, തീർന്നെന്ന്. അത് മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി. കാരണം ഇങ്ങനെ കുടുംബ ബന്ധങ്ങളെ തകർത്തു പോകുന്ന കടയാടി മക്കൾ അനുഭവിക്കണം. നിനക്ക് കഴപ്പുണ്ടായിരുന്ന കടിയുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ കടി തീർക്കാൻ പോകാമായിരുന്നു. അല്ലാണ്ട് ഒരുത്തന്നെ തീർത്തിട്ടല്ല, ഒരുത്തൻ്റെ കുടുംബം തൊലച്ചിട്ടല്ല പോവേണ്ടത്. നിനക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് പണി ചെയ്ത് കാശ് അയച്ച് നമ്മൾ കടികൾ കൊള്ളാം. ഇനി ഭർത്താക്കന്മാരോടാണ്. ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ വീടോ സ്വർണ്ണോ ആഭരണോ അതൊന്നുമല്ല. അവർക്ക് ചില ഭാര്യമാർക്ക് കിട്ടേണ്ടത് കിട്ടണം. അപ്പോൾ ഒരു സെക്സാണ്, സെക്സും അല്ല. ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ്. 3 തരം സ്ത്രീകളുണ്ട്. ആ 3 തരം സ്ത്രീകളെ നമ്മൾ കൃത്യമായിട്ട് ആണുങ്ങൾ പഠിക്കണം. ഇന്ത്യ ഭാരതത്തിൽ ഏതാണ് അവർക്ക് കിട്ടേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിലൊരു മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. ചില മണ്ടന്മാരായ ആണുങ്ങളുടെ വിചാരം അവൾക്ക് നല്ല സെക്സിൻ്റെ കുറവാണ്, മണ്ണാങ്കട്ടയാണ്, അവൾ കാണുന്നത് ഇതിന് മേക്കൽ റേപ്പായിട്ടാണ് കാണുക. ചില ആളുകൾ അവൾക്ക് നല്ല കാശിൻ്റെ നല്ല കാറും ഇതൊക്കെ, അവൾക്ക് കാറും സൗകര്യങ്ങളും വീടൊന്നും അല്ല ആവശ്യം. അവൾ ആഗ്രഹിക്കണത് എന്താണ്? അതിനാദ്യങ്ങൾ ഈ ഭാര്യമാരെ മനസ്സൊന്നറിയണം. അതെ, മനസ്സറിഞ്ഞാണ് ഈ അവസ്ഥയിലായത്. ശരിയാണ് ഇയാൾ പറയുന്നത്. കാരണം ചില സ്ത്രീകൾക്ക് സെക്സാണ് ആവശ്യം, സെക്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ഇഷ്ടം. അത് അവർക്ക് ചിലപ്പോൾ ഒരുപാട് പാർട്ട്നേഴ്സ് ഒന്നും വേണമെന്നില്ല. അവർക്ക് അവരുടെ പാർട്ട്ണറിനോടൊപ്പം മതിയായിരിക്കും സെക്സ് കൂടുതലായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കെയറിങ് കൂടുതലായിട്ട് കിട്ടണം, അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് കറങ്ങാൻ കൊണ്ടുപോകണം, നല്ലോണം നോക്കണം. ഇതൊക്കെ ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പിന്നെ ചില കുടുംബങ്ങളിൽ പ്രാരാബ്ധങ്ങൾ കാരണം ഇതുപോലെ പ്രവാസ ജീവിതത്തിലേക്ക് പോകേണ്ട ഗതികേട് വരുന്ന ഭർത്താക്കന്മാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരെ മനസ്സിലാക്കി നിൽക്കുക എന്നതാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്. കുറച്ച് കടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർത്തിട്ട് അയാൾ വരട്ടെ, അതുവരെ നമുക്കൊന്ന് ക്ഷമയോടെ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടതാണ് ഒരു ഭാര്യ. എന്നാൽ അത് ചെയ്യാണ്ട് അവനങ്ങ് പോകുന്ന സമയത്ത് ഇവിടെ വേറെ റൂട്ടും പിടിച്ച് അവരത് അവിഹിതം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ അയാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അയാൾ പ്രവാസ ജീവിതത്തിലോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കാലമൊന്നും ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും, നാട്ടിലടുത്ത് തിരിച്ചു വരും. എന്നിട്ട് നിനക്കും വേണമെങ്കിൽ കൂടെ പോവാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാണ്ട് കടിമൂത്ത് വല്ലവൻ്റെ പോയിട്ട് എന്നെ അയാൾ നോക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പോയ കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരുത്തൻ്റെ കുടുംബം കൂടി തകർത്തിട്ടിരിക്കുകയാണ് കടയാടി മകള്. എന്നിട്ട് അവളെ ഇനി എന്ത് പറയാം? അവള് ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കണം. ഒരു കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു സ്ത്രീയും എന്ത് ചെയ്യില്ല അറിയും. നമ്മൾ ആ പുരുഷന്മാരോടാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹവും കാണാതെ, അവരുടെ സ്നേഹം കാണാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ക്രൂരതയാണ് ചിന്തിച്ചത്. അത് വേറൊരാളെ പ്രോപ്പർട്ടിയാണ്, വേറൊരാളെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യമൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണില്ല. കാരണം നിങ്ങൾ അവരുടെ പെരുമാറ്റമാണ് പ്രശ്നം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഈ രൂപഭംഗിയൊക്കെ ഇപ്പം കാണുമ്പോഴേ ഉള്ളൂ. വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയുള്ള ഒരാളല്ലേ എന്ന് തോന്നും. പക്ഷെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പോകും. ആ പെരുമാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് കൊണ്ടുപോയോ? കാമുകിക്ക് കൊടുക്കുന്ന സ്നേഹം, കാമുകിക്ക് കൊടുക്കുന്ന കെയറിങ്, അവരോട് കാണിക്കണ പഞ്ചാരവാക്ക് സ്വന്തം ഭാര്യയോടൊന്ന് പറഞ്ഞോക്ക്, അതേ സ്നേഹം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേരെയാക്കുക എന്നല്ലാതെ ഇതുപോലത്തെ ഒരു രീതി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനത്തെ പോക്കിൽ കൂടുതൽ താത്തമാരാണ്.
നിങ്ങൾ എന്നോട് വിയോജിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന മിസ്സിംഗ് ഗ്രൂപ്പിലൊക്കെ നിരവധി വരുന്ന ഫോട്ടോസുകളിലും വീഡിയോസുകളിലും കാണാം ഈ കേസ് കൂടുതലും വരാറാരിലാണ് നമ്മുടെ താത്തമാരാണ്. അപ്പോൾ മഹലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിന് അവയർനെസ് കൊടുക്കണം. എന്താ അവയർനെസ്? പറയാനുള്ളതൊക്കെ പറയും. ഇതിപ്പോൾ കൊട്ടി പിള്ളേരൊന്നല്ലല്ലോ പോകുന്നത് അല്ലേ അവയർനെസ് കൊടുക്കാനായിട്ട്. എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഇവളുമാർ പോകുന്നത്. ഇതിൻ്റെ അവയർനെസ്സിൻ്റെ ആവശ്യമൊന്നും എനിക്ക് ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ പ്രവാസ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് കാലം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് പോയി കിടന്ന് പണിയെടുക്കുന്നവരുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇവളുമാർ കഴപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇവളുമാരുടെ തെറ്റാണ്. പിന്നെ എല്ലാം താത്തമാർ മാത്രമാണെന്നുള്ള രീതിയിൽ പറയുന്നത് എനിക്ക് യോജിപ്പില്ല. ചിലപ്പോൾ കൂടുതലായിരിക്കാം, മേ ബി കൂടുതൽ പോകുന്ന താത്തമാരായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മൊത്തത്തിൽ പറയരുത്. കാരണം ഒരുപാട് മാന്യമായിട്ട് ജീവിക്കുന്ന താത്തമാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.